കുട്ടിക്കാലത്തൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ നമ്മൾ കാലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കളിക്കും കേട്ടോ. ഇപ്പോൾ കളിക്കാൻ പറ്റുന്നില്ല, പ്രായമൊക്കെ ആയില്ലേ. അപ്പോൾ ഗൈസ് പെരുമഴ കേട്ടോ, പെരുമഴ ഇന്ന് പാലക്കാട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ സ്ഥലത്തേക്ക് വന്നതാണ്, അപ്പോൾ ശരിക്കും ലോക്കായി. കറക്റ്റ് ടൈമിൽ ഒരു കടയിൽ കയറിയതുകൊണ്ട്, നമ്മുടെ വീട്ടിന് പരിസരത്തുള്ള കടയിൽ കയറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ നാളെ മൊത്തം നല്ല നാറി കഴിഞ്ഞു. പാലക്കാടൻ പെരുമഴ കേട്ടോ. ഈ എറയത്തിൽ നിന്ന് വരുന്ന വെള്ളമുണ്ടല്ലോ, ഇത് എൻ്റെ ഓർമ്മയിൽ സ്കൂളിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകുന്ന ഇതിൽ നിന്ന് കേട്ടോ. അതാണ് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ കേട്ടോ. ഞാനൊരു കാര്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. സോ പെരുമഴ വന്നാൽ പെരുമഴ. സോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അവിടെ പാടങ്ങൾ, ഫുൾ പാടങ്ങളുടെ അവിടെ നമ്മുടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ഇതാണ് നമ്മുടെ പുളുകം ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പാലം. സോ പുളുകം ബ്രിഡ്ജിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാടങ്ങളാണ്, അതെല്ലാം കാണിച്ചു തരാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ച് വളർന്ന ഏരിയ കേട്ടോ അത്. സോ ഈ കാണുന്ന പാടങ്ങൾ, ഈ ഒരു റോഡ് കണ്ടോ, നല്ല പൊളി വൈബാണ്. കാരണം വെച്ചാൽ ഈ റോഡിലൂടെ നമ്മൾ ബൈക്കോ ടൂ വീലറായാലും 4 വീലറായാലും ഓട്ടോറിക്ഷ ആയാലും ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പാടത്തിന് നടുക്കൂടെ വണ്ടി ഓടിച്ച് വരികയെന്ന് തോന്നും. കാരണം അവിടെ ഇങ്ങനെ റോഡുണ്ടെന്ന് അറിയില്ല കണ്ടോ. 2 സൈഡുകളിലും പാടങ്ങളും നടുക്ക് റോഡും. നല്ല പൊളി വൈബാണ്. ഇതാണ് നമ്മുടെ മുരുകളി കേട്ടോ, എൻ്റെ തറവാട്. ചെറിയൊരു മഴയുണ്ട്, ചെറിയൊരു ചാറ്റലുണ്ട്. അച്ഛന്മാരെ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ വീഡിയോ ഇട്ടതിൽ പാടങ്ങളൊക്കെ വരണ്ട് കിടക്കുകയായിരുന്നല്ലോ. കാരണം കണ്ടമൊക്കെ പൂട്ടിയതിന് ശേഷം ഇപ്പം എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട്. സോ ഞാറൊക്കെ പാവാൻ ഏകദേശം റെഡി ആയിട്ടിരിക്കുകയാണ്. പച്ചപ്പാർന്നിട്ടുള്ള ഏരിയ നമ്മുടെ ഇപ്പോൾ കൊല്ലങ്കോട് പാലക്കാട് വീണ്ടും ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പല യൂട്യൂബേഴ്സും പല ആൾക്കാരും നമ്മുടെ പാലക്കാടിലേക്കും നമ്മുടെ കൊല്ലങ്കോടിലേക്കും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനേ നല്ലൊരു രസമായിരിക്കും. കുറേ ആൾക്കാരോട് വന്നിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇവിടെ എന്ന് വെച്ചാൽ യൂട്യൂബേഴ്സ് കേട്ടോ. അപ്പം വെച്ചാൽ വരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്, പാലക്കാട്ടിൽ നിന്ന് തന്നെ ഉള്ള നല്ലൊരു ഇതിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.